2014 മുമ്പ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് നരേന്ദ്രമോദിയെ ആര് സ്വീകരിക്കും ലോകത്തിലെന്ന്. ഇന്ന് ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ലോകത്തിൽ. ഈ മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പരാതിയുമില്ല, ആരും ഒന്നും പറയാറില്ല, ഒരാൾക്കില്ല. ഇന്ത്യൻ ഭരണകൂടം മുസ്ലിങ്ങളല്ലാത്ത രണ്ടാളുകളെ അയക്കുന്നു എന്നുള്ളത് തന്നെ അവർ വലിയൊരു അംഗീകാരമായിട്ട് കണക്കാക്കി. ഈ ഖത്തറിൽ നിന്ന് നമ്മൾ നാവികരെ കൊണ്ടുവന്നില്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിശ്വസനീയമാണ്. ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നത്? അതൊക്കെ അല്ല, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഒരു ക്ലൗട്ട്. നമ്മൾ മുസ്ലിം വിരുദ്ധരാണോ? ഇവിടെ മുസ്ലിങ്ങൾക്ക് പീഡനം നേരിടുന്നതെങ്കിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കില്ല. ഇന്ത്യക്കാർക്കെതിരായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കുന്നു. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ് അല്ലേ? ഈ BJP ഒരു ഫാസിസ്റ്റ് സംഘടനയാണെന്ന്, മോദി ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയാണെന്ന്, ന്യൂനപക്ഷ വേട്ടയാടുന്നെന്നൊക്കെ പറയുന്നവർ ഇവിടെ തന്നെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളോട്, അതായത് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിങ്ങളെ പുറത്താക്കാൻ നിയമം കൊടുത്തു, ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരിക്കലും ഇല്ലാത്തൊരു സ്വീകാര്യം, അത് എങ്ങനെ? കാരണം ഈ ആഭ്യന്തര പ്രചരണം ഇങ്ങനെയൊക്കെ നടക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്. ഇതവരുടെ ഇൻ്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, അവിടുത്തെ എംബസികൾക്ക്, അവർക്കെല്ലാം ഇവിടെ എംബസികളുണ്ട്. ഇപ്പോൾ UAE-യിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഉള്ള ഭരണാധികാരികൾക്ക് ഇന്ത്യയിൽ വാസ്തവത്തിൽ എന്താ നടക്കുന്നത് എന്നറിയാൻ അവരിവിടുത്തെ എംബസികളുണ്ട്. ആ എംബസികൾ ഇന്ത്യയിലെ പത്രങ്ങൾ വരുന്നതും അതുപോലെ അവർ നേരിട്ട് ധാരാളം ആളുകളുമായിട്ട് അവർ ഇടപെടും. ഇതൊരു എന്ന് പറഞ്ഞാൽ വിദേശ സ്ഥാനപതിമാർ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിക്കും. ഓക്കെ. അപ്പോൾ അവർ ഈ റോഡിൻ്റെ വികസനവും ബാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അവർ നേരിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല, ഇന്ത്യയിൽ കോടതികളുടെ നിഷ്പക്ഷത അത് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം അവർക്കറിയുന്നതുകൊണ്ട് അവർ പുറത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ ഇന്ത്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അവരുടെ ഭരണകൂടത്തിന് റിപ്പോർട്ട് അയക്കും റെഗുലറായിട്ട്. ആ റിപ്പോർട്ടിൽ സ്വാഭാവികമായും ഇന്ത്യ പുരോഗതി പ്രാപിക്കുന്നു. ഈ ഫാസിസ്റ്റ് എന്നുള്ള പ്രചരണം പ്രതിപക്ഷം നടത്തുന്നത് അവരുടെ ഒരു താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഈ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാർ പരസ്യമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും സ്വകാര്യമായിട്ട് അത് അവർക്ക് വലിയ അതൊന്നുമല്ല വസ്തുത എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ആ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. മാത്രമല്ല, ഈ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഇവരൊരിക്കലും ഇതുപോലത്തെ ഇഷ്യൂസ് ചർച്ചയിൽ വരാറില്ല. കാരണം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. ശരി, വെളിയിൽ ഇങ്ങനെ പറയുന്നതുള്ളൂ. ഇതിൽ സൗദിയായിട്ടുള്ള ബന്ധമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. കാരണം വളരെ എന്താ പറയുക, ഒരു കൺസർവേറ്റീവ് കൺട്രിയാണ്. എങ്ങനെയാണ് നമ്മൾ MBS-ആയിട്ടുള്ള അടുപ്പ? സൗദി ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ. സൗദിയിലെ പ്രത്യേകിച്ച് ക്രൗൺ പ്രിൻസ് MBS മുഹമ്മദ് ബിൻ സൽമാൻ ഏറ്റവും ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഭരണാധികാരിയുള്ള ഒരാളാണ്. മാത്രമല്ല, അവർ ഗൾഫ് മേഖലയിൽ തന്നെയുള്ള മറ്റ് രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റവും അതുകൊണ്ടുണ്ടായിട്ടുള്ള പുരോഗതിയും ഒക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറുന്ന ലോകത്തിനനുസരിച്ചിട്ട് സൗദി മാറിയില്ലെങ്കിൽ സൗദി പിറന്തള്ളപ്പെടും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു ടൂറിസം വരണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വരണം. അപ്പോൾ സ്ത്രീകൾക്കടക്കം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇതൊക്കെ അദ്ദേഹം ചെയ്തു. പിന്നെ ഇവരെല്ലാവരും കാണുന്നത്, ഞാൻ നേരിട്ട് ചില രാഷ്ട്രപതിമാർ, പ്രസിഡന്റുമാർ അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യം, ഇന്ത്യ അത്രയും വലിയ ഡൈവേഴ്സിറ്റിയുള്ള രാജ്യമാണ്, അതിൽ അവർക്ക് വലിയ മതിപ്പുണ്ട്. ആ മതിപ്പ് ഭരണാധികാരികളോടുണ്ട്, ഭരണകൂടത്തോടുണ്ട്, രാജ്യത്തോടുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ത്യയുമായിട്ടുള്ളൊരു സൗഹൃദം അവരാഗ്രഹിക്കുന്നു. പിന്നെ പണ്ട് നമ്മൾ എണ്ണ വാങ്ങുക, നമ്മളെ കുറേ ആൾക്കാർ അവിടെ ജോലി ചെയ്യുക,
ഇതിനപ്പുറത്തുള്ള ബന്ധമില്ല. ഇല്ലായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് വിവിധ മേഖലകളിൽ നമ്മൾ സഹകരിക്കുന്ന ബന്ധമായി. ആ സഹകരിക്കുന്ന ബന്ധം വന്നപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പായി. പണ്ട് ഒരു ബയർ സെല്ലർ റിലേഷൻ, ബയർ സെല്ലർ റിലേഷനിൽ നിന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പിലേക്ക് മാറി. പാർട്ട്ണർഷിപ്പിലേക്ക് മാറിയപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനം ഉണ്ടാവണം. അതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ലക്ഷ്യം. രണ്ട് ജനങ്ങൾക്കും ഒരു ജനതകൾക്ക് പ്രയോജനം ഉണ്ടാവണം, രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനം ഉണ്ടാവണം. അത് ഉറപ്പുവരുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്ന് വരുന്നപ്പോൾ അവർക്ക് നമ്മളോടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ 2014 മുമ്പ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് നരേന്ദ്രമോദിയെ ആര് സ്വീകരിക്കും ലോകത്തിലെന്നാണ്. ഇന്ന് ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ലോകത്തിൽ. ഈ മദീന അങ്ങ് സന്ദർശിച്ചല്ലോ, അപ്പോൾ അത് എനിക്കത് കണ്ടപ്പോൾ ഒരു വലിയൊരു അനുഭവമാണ് തോന്നുന്നത്. അത് എങ്ങനെയാണ് അതിൽ അവർ ഈ തവണ UAE ഹജ്ജിന് വേണ്ടിയിട്ട് ചുമതലയുള്ള മന്ത്രി അദ്ദേഹം ഈ ഹജ്ജിനോടനുബന്ധിച്ച് അവർ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക സമ്മേളനം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഡൽഹി സന്ദർശിച്ചിരുന്നു. ആ ഡൽഹി സന്ദർശിച്ചപ്പോൾ സ്മൃതി ഇറാനിജിയും ഞാനും അദ്ദേഹം കൂടെ ഒരുമിച്ചാണ് സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയപ്പോൾ അവിടെയും ഞങ്ങൾ കരാർ ഒപ്പിട്ടു. 1,74,000 പേര്. വാസ്തവത്തിൽ നമുക്ക് കുറച്ചും കൂടി അർഹതയുണ്ട്. കാരണം ഇന്ത്യ നേരത്തെ ഇന്തോനേഷ്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹമുള്ള രാജ്യം. ഇപ്പം നമ്മൾ അവരുടെ തൊട്ട് പിറകെ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഹജ്ജിൽ കൂടുതൽ ആൾക്കാരെ കിട്ടാനുള്ള അവസ്ഥ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇവിടെ ആവാം ഏതാണ്ട് ആണോ? അത് ഈ ആരോപണങ്ങളെല്ലാം മൊനയിടിയല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യ ആവുന്നതോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യമാണ്. ഒരു മില്യൻ്റെയോ 2 മില്യൻ്റെയോ വ്യത്യാസം ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള കണക്ക് നോക്കിയാൽ വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ ഞങ്ങളവിടെ പറഞ്ഞത് ലോകത്തെ ഏറ്റവും മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യം. അപ്പോൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ കോട്ട വേണ്ടത്. അതെ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതിന് പോയപ്പോൾ നമ്മൾ പോയത് ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ജിദ്ദയിലെ സൗകര്യങ്ങൾ നോക്കി. അത് കഴിഞ്ഞിട്ട് മദീനയിൽ നേരിട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. ഭരണകൂടം 100% ഒരു തടസ്സം പറഞ്ഞില്ല. ഒരു തടസ്സം മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഭരണകൂടം മുസ്ലിങ്ങളല്ലാത്ത 2 ആളുകളെ അയക്കുന്നു എന്നുള്ളത് തന്നെ അവർ വലിയൊരു അംഗീകാരമായിട്ടാണ് കണക്കാക്കിയത്. ആ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരല്ല, പക്ഷേ അവരുടെ സൗകര്യം നോക്കാനാണ് പോകുന്നത്. നമ്മളാരും അല്ലല്ലോ പോകുന്നത് ഹജ്ജിന്. അപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഒരു അസൗകര്യവും നേരിടരുത് എന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യയിലെ അമുസ്ലിങ്ങളായിട്ടുള്ള 2 മന്ത്രിമാർ നേരിട്ട് വരുന്നു. അതിൻ്റെ സൗദി ഭരണകൂടം വളരെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് മദീനയിൽ പോയിട്ട് അവസാനം റിയാദിലെ ഗവർണർ അവിടുത്തെ ഭരണാധികാരിയുടെ പ്രിൻസിൻ്റെ ഇദ്ദേഹത്തിൻ്റെ അമീറിൻ്റെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളെ പ്രത്യേകം കണ്ടു. അത് ആ കോൺഫറൻസിൻ്റെ ഇടയിൽ പ്രത്യേകം ഒരു കൂടിക്കാഴ്ച ഒരുക്കി. അവർക്കൊന്നും ഇവിടെ കേൾക്കുന്ന പോലത്തെ പരാതിയില്ല, നമ്മൾ മുസ്ലിം വിരുദ്ധരാന്നോ? ഇവിടെ മുസ്ലിങ്ങൾക്ക് പീഡനം നേരിടുന്നതെങ്കിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കില്ലല്ലോ. പീഡനം നേരിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും യാത്രയില്ലല്ലോ. നമ്മൾ കോട്ട കുറയ്ക്കാനേ പറയത്തുള്ളൂ. പിന്നെ അല്ലേ, എത്ര പേര് വേണ്ട. ഞങ്ങൾ കോട്ട വർദ്ധിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മുസ്ലിങ്ങളുടെ രാജ്യം ഞങ്ങളുടേതാണ്. അതുകൊണ്ട് നിങ്ങൾ പണ്ട് ശരിയായിരുന്നു, ഇന്തോനേഷ്യനായിരുന്നു കൂടുതൽ. ഇപ്പോൾ ഇന്തോനേഷ്യനേക്കാൾ ജനസംഖ്യ ഞങ്ങൾക്കുണ്ട്, മുസ്ലിം ജനസംഖ്യ. അതനുസരിച്ചിട്ടുള്ള ജനസംഖ്യയ്ക്കനുസരിച്ച് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് ഹജ്ജ് കോട്ട അനുവദിക്കണം. ഈ ഹജ്ജ് കോട്ട പോലെ ഇതൊരു മതപരമായ ചടങ്ങാണ്. ഇതിനൊക്കെ നമ്മൾ ഇത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഹജ്ജ് എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. പിന്നെ മുസ്ലിങ്ങളുടെ ഒരു സാമ്പത്തിക ശേഷിയും ആരോഗ്യവുമുള്ള എല്ലാ മുസ്ലിങ്ങളും ഹജ്ജ് കർമ്മം അനുഷ്ഠിച്ചിരിക്കണമെന്ന് അവരുടെ മതം അനുശാസിക്കുന്നു. അപ്പോൾ അത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ എല്ലാവർക്കും അവരവരുടെ മതവിശ്വാസം പാലിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യം എന്നുള്ള നിലയിൽ അത് അനുവദിക്കണം. ലോകത്തെ എല്ലാ സ്ഥലത്തും മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണിത്. അതിനു വേണ്ടിയിട്ട് പക്ഷേ കഴിഞ്ഞ കാലങ്ങളൊക്കെ ചെയ്തത് ഈ ഹജ്ജ് തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നവരായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ഭരണകൂടം. നമ്മളത് മാറ്റി. ഈ ഗവൺമെൻറ്റാണ് അത് പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയത്. ഹജ്ജ് തീർത്ഥാടകർ ഒരു തരത്തിലും ചൂഷണത്തിന് വിധേയരാവരുത്. മാത്രമല്ല, നമ്മൾ ഈ ട്രിപ്പിൾ തലാഖൊക്കെ പറയുന്നുണ്ടല്ലോ.
ട്രിപ്പിൾ തലാക്ക് മുസ്ലിങ്ങൾക്ക് എതിരാണെന്നുള്ള വ്യാഖ്യാനമാണ് വരുത്തുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഹജ്ജിലും ചെയ്തു. പണ്ട് കാലത്ത് ഹജ്ജിന് ഒരു പുരുഷൻ്റെ കൂടെ അല്ലാതെ ഒരു സ്ത്രീക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഹജ്ജിന് പോകുന്ന സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ 2-3 മുസ്ലിം സ്ത്രീകൾ ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുന്നു, അനുവാദം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവർക്ക് വേണ്ടി പ്രത്യേകം അവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഇതൊന്നും വോട്ടിൽ കണ്ടിട്ടില്ല, ഇതൊന്നും വോട്ട് കിട്ടില്ലെന്ന് അറിയാം. മനസ്സിലായി. ഇതൊക്കെ ചെയ്താലും BJP മുസ്ലിം വിരുദ്ധരാണെന്ന് പറയും. ഹജ്ജ് കർമ്മത്തിന് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ ഇന്ന് വരെ ഭരിച്ചിട്ടില്ല. ഈ മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പരാതിയുമില്ല, ഒരു പരാതി ആരും ഒന്നും പറയാറില്ല, ഒരാൾക്കുമില്ല. അതുകൊണ്ടാണല്ലോ ഈ അബുദാബിയിൽ ഇപ്പോൾ ഹിന്ദു ക്ഷേത്രം അടക്കം പണിയാൻ അവർ അതിലേക്ക് എങ്ങനെ എത്തപ്പെട്ടത് നമ്മൾ ഈ ക്ഷേത്രം? അല്ല, അത് കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഇന്ത്യക്കാർ അവർ പല മതത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ആവശ്യപ്പെടാറുണ്ട്, ഹിന്ദു ആരാധനാലയങ്ങൾ, ശ്മശാനം, ഇതിനുള്ള സൗകര്യം വേണം. അപ്പോൾ അതിൽ പല രാജ്യങ്ങളും അനുവദിക്കാൻ തുടങ്ങി. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ളതിൽ ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോകുമ്പോൾ അവർക്കും ഈ മതപരമായിട്ടുള്ള അവരുടെ അനുഷ്ഠാനങ്ങൾ പാലിക്കാനുള്ള അവസരം ഉണ്ടാകണം. അത് ഉറപ്പുവരുത്താനും ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ആരാധനാ സൗകര്യം വേണം എന്ന് പറയുമ്പോൾ അബുദാബി അനുവദിച്ചു. അവർ ഭൂമി കൊടുത്തു, അവർ സൗകര്യം ചെയ്ത് തന്നു. അവരുടെ ഭരണാധികാരികളടക്കം, ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളടക്കം ആ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ ഏകമത ഏകദൈവ വിശ്വാസമാണല്ലോ ഇസ്ലാമിൻ്റേത്. അപ്പോൾ അവർക്ക് അതെങ്ങനെ ആ ഒരു അല്ല, അവർ കാണുന്നത് അവരുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തലും അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്തുമ്പോൾ അതേസമയത്ത് അവർ ഭീകരവാദികൾക്കെതിരായിട്ട് ശക്തമായിട്ട് നിലപാടുണ്ട്. അവർ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് എന്ത് വൃത്തികേടും അനുവദിക്കുക എന്നുള്ള സമീപനം അവർക്കില്ല. ഇപ്പോൾ ഇവിടെ ചില ആൾക്കാരൊക്കെ ഞാൻ ഇത് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പള്ളി പൊളിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ശക്തമായിട്ട് ഭീകരവാദികൾക്ക് എതിരായിട്ട് നടപടിയെടുക്കുന്ന രാജ്യങ്ങളാണ് ഇവരെല്ലാവരും. ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാം മതവിശ്വാസം അംഗീകരിക്കുന്നു, പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രീയ കളി കളിക്കാൻ ശ്രമിച്ചാൽ, ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ, അത് വളർത്താൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും കർശനമായിട്ട് നിലപാടെടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ആ നിലയിൽ യോജിപ്പാണ്. ഭീകരവാദത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യങ്ങളാണ് രണ്ടു കൂട്ടരും, അവരും നമ്മളും. നിമിഷപ്രിയയുടെ അവസ്ഥ എന്താ? ഇപ്പം നമ്മളിവിടെ അങ്ങോട്ട് ആളെ വീട്ടുകാർ പോകും, അവരുടെ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ചില അനൗപചാരിക മാർഗങ്ങളിലൂടെയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അത് വിജയിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ എനിക്കുള്ളത്. ഈ ഖത്തറിൽ നിന്ന് നമ്മൾ നാവികരെ കൊണ്ടുവന്നില്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിശ്വസനീയമാണ്. ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നത്? അതൊക്കെ അല്ല, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഒരു ക്ലൗട്ട്. ഖത്തറിലെ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അവർക്കൊരാപത്ത് വരില്ല എന്ന് എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഒരു ഇന്ത്യക്കാരന് ഈ തരത്തിൽ ഒരു നടപടിക്ക് വിധേയരാക്കാൻ ലോകത്തൊരു രാജ്യത്തും ഇന്ന് അവർക്ക് സാധിക്കില്ല. കാരണം ഇന്ത്യ അത്രയും ശക്തമാണ്. ഇപ്പോൾ ആൾക്കാർ പറയില്ല അമേരിക്കക്കാർക്ക് എതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതേപോലെ ഒരു സ്റ്റേജിലാണ് ഇന്ന് ഇന്ത്യക്കാർക്കെതിരായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കേണ്ടി. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ് അല്ലേ? അതേസമയത്ത് നമ്മൾ സൗഹൃദം നിലനിർത്തി. അതിൽ നേരിട്ടും ഔപചാരികമായും അനൗപചാരികമായും സ്വകാര്യമായും പല ശ്രമങ്ങൾ നടന്നു. ഏതാണ്ട് 1 വർഷക്കാലത്തെ ശ്രമം നടന്നു. ആ 1 വർഷക്കാലത്തിനൊടുവിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു. അങ്ങേക്കും റോൾ ഉണ്ടായിരുന്നു ഇതിൽ? കാരണം ഈ വിഷയം ആദ്യം ഡീൽ ചെയ്തത് ഞാനാണ്. ഓക്കെ, ഇവരെല്ലാവരെയും ആദ്യഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഞാനാണ്. ഇവരുടെ ഭാര്യമാർ, ബാക്കി ബന്ധുക്കൾ, അവർ ഡൽഹിയിൽ വന്ന് സ്ഥിരമായിട്ട് ഞാനാണ് അവരെ കണ്ടിരുന്നത്. പക്ഷേ ഇത് രഹസ്യമായിരിക്കണമെന്നായിരുന്നു അല്ലേ? ഞങ്ങൾ അങ്ങനെ, കാരണം നമ്മളിവരെ വിടുവിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ വിജയമാണ്, ഖത്തറിൻ്റെ പരാജയമാണ് എന്ന് വരുത്താൻ ഞങ്ങൾക്ക് താല്പര്യം ആഗ്രഹിച്ചില്ല. ഇത് അവർ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ട് നമ്മൾ മാറ്റിയില്ല. കാരണം നമുക്ക് വേണ്ടത് അവരുടെ ജീവനാണ്. അതുകൊണ്ട് നമ്മൾ നന്ദി പറഞ്ഞപ്പോൾ
എന്നോട് ചില ആൾക്കാർ ചോദിച്ചു, ഇവിടെ നമ്മളൊരു ഫ്ലക്സ് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫ്ലക്സ് വെച്ചോ, ഖത്തറിലെ അമീറിൻ്റെയും കൂടി പടവിൽ വെച്ചാൽ മതി. ഓക്കെ. കാരണം അദ്ദേഹമാണല്ലോ വിട്ടത്. അതെ അതെ. നമ്മൾ എന്തൊക്കെ ശ്രമം നടത്തിയാലും, ഇപ്പോൾ പിണറായി വിജയനും മറ്റൊരു പറഞ്ഞ പോലെ ഞങ്ങൾ റോഡ് കൊണ്ടുവന്നു, ഞങ്ങൾ ഇത് അടുപ്പിച്ചു, തീരുമാനം നരേന്ദ്രമോദിയാണ് എടുക്കുന്നത്, പക്ഷേ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ വിടുവിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബലം പ്രയോഗിച്ച് വിടുവിച്ച് കൊണ്ടുവന്നല്ലോ. ഖത്തർ അമീർ വിട്ടതുകൊണ്ടാണ് അവർ ഇതായത്. പക്ഷേ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ശരി. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും ഖത്തർ അമീറിൻ്റെയും പടം വെച്ച് ഫ്ലക്സ് അടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പം ഞാനിപ്പോൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ സംഘി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സംഘികളായ നിങ്ങളോട്, അങ്ങേപ്പോലുള്ളവരോട് ഈ ഇസ്ലാമിക രാജ്യം കാണിക്കുന്ന സ്നേഹവും വാത്സല്യം ഇവർക്കാർക്കും പിടികിട്ടത്തില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക്. അല്ല, ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഈ അവിടുത്തെ വിദേശകാര്യമന്ത്രിമാർ, വിദേശകാര്യ സഹമന്ത്രിമാർ, ഇവരുമായിട്ട് എനിക്ക് വളരെ പേഴ്സണൽ ലെവലുള്ള സൗഹൃദമുണ്ട്. പക്ഷെ പേഴ്സണൽ ലെവൽ സൗഹൃദം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന, രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷേമത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അത് സംസാരിക്കും. അങ്ങ് കേരളത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ എം പിമാരൊന്നും ഇല്ലാതിരുന്നിട്ടും അങ്ങേ മന്ത്രിയാക്കാനായിട്ടൊരു തീരുമാനമുണ്ട്. അത് എങ്ങനെ എത്തപ്പെട്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ? അതൊന്നും എനിക്ക് പറയുന്ന കാര്യമല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് ആരും വരാതിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ പരമാവധി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം. അപ്പോഴാണ് ഒരു ഗവൺമെൻറ് എല്ലാവരുടെയും ഗവൺമെൻറ് ആവുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്നെ പ്രധാനമന്ത്രി മന്ത്രിസഭയിലെടുക്കാൻ തീരുമാനിച്ചത്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ട്രോൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കേരള വിരുദ്ധനാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. കാരണം കേരളത്തിന് വേണ്ടിയാണ് എന്നെ പ്രതിനിധിയാക്കിയെന്നുള്ളത് കൊണ്ട് ഇയാൾ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്ന് വരുത്താൻ അത്യധ്വാനം ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരങ്ങേറ്റെടുത്തു. പ്രധാനമന്ത്രിയായിട്ട് കമ്മ്യൂണിക്കേഷൻ അതിനൊരു ഇടവേള അങ്ങനെ വല്ലതും ഉണ്ട്? എങ്ങനെ റെഗുലറായിട്ട് നമ്മൾ കാണും. പല സന്ദർഭങ്ങളിൽ, പല അവസരങ്ങളിൽ, പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം പോയി കാണും. അദ്ദേഹത്തിൻ്റെ സമീപനം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ സമീപനം എല്ലാ കാര്യങ്ങളും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അറിയാം എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, ഏറ്റവും സൂക്ഷ്മമായിട്ട് അറിയാം. അത് ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ. അത് ശരി. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. അത്രയും ഒരു ധാരണ അദ്ദേഹം എങ്ങനെ സ്വായത്തമാക്കുന്നു എന്നടക്കം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു തവണ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് വെച്ച് നീട്ടി തന്നത്, അന്ന് രാവിലത്തെ പത്രത്തിൽ കണ്ണൂരിൽ ഒരു അക്രമം നടന്ന് BJP-കാരൻ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം, അതടക്കം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അതൊരു അമാനുഷികമായിട്ടുള്ള കഴിവാണ്. അല്ല, അതെങ്ങനെയാണ് ഈ രാജ്യം ഇതുപോലെ ഭരിക്കുന്നു, ലോകം മുഴുവൻ ബന്ധം ഉണ്ടാകുന്നു, രാഷ്ട്രീയം എല്ലാം അറിയും, എങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് മാനേജ് ചെയ്യുന്നത്? ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമം എന്നുള്ളത് മാത്രമേ താല്പര്യമുള്ളൂ. പേഴ്സണൽ അജണ്ട എന്ന് പറയുന്ന ഒന്നില്ല. പണം ഉണ്ടാക്കണമെന്നില്ല, എനിക്കധികാരം വേണം എന്നുള്ള നിർബന്ധമില്ല. നാട്ടിൽ എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തണം, നാട്ടിൽ എല്ലാവർക്കും സുഖം ഉണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ അവസാനം നടന്ന മന്ത്രിസഭാ യോഗം ഏതാണ്ട് 8 മണിക്കൂറായിരുന്നു. ഈ കഴിഞ്ഞ കാല സർക്കാരുകളുടെ ഒന്നും കാലത്ത് ഈ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചടങ്ങിന് ഒരു 5 കൊല്ലത്തെ ടേമിൽ 2 പ്രാവശ്യം ചേരുമായിരുന്നു. ഈ തവണ ഒരു 20-22 തവണയാണ് യോഗം. അത് എല്ലാ മന്ത്രിമാരും, ക്യാബിനറ്റ് അല്ലാത്ത സഹമന്ത്രിമാരും നടന്നു. എന്ന് പറഞ്ഞാൽ 45 തവണ കഴിഞ്ഞ 46ാമത്തെ തവണയാണ് ഈ തവണത്തെ യോഗം. 2014 മുതൽ ഇതുവരെ നടന്നത്. അതിൽ കോവിഡിൻ്റെ 2 കൊല്ലം ഓൺലൈനായിരുന്നു പലപ്പോഴും. അതല്ലെങ്കിൽ ഒരു 2 മാസം 3 മാസത്തിലൊരിക്കൽ, മിനിമം 2 മാസത്തിലൊരിക്കൽ ഓൾട്ടർനേറ്റ് മന്ത്സ് സമ്പൂർണ്ണ മന്ത്രിസഭ. സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ മുഴുവൻ സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന യോഗമാണ്. അപ്പോൾ അതിൽ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്യും. ഈ തവണത്തെ ചർച്ച 25 കൊല്ലം 2047 ഇന്ത്യ വികസിത ഭാരതമാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം,
അതിൻ്റെ റോഡ് മാപ്പ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾ. ഈ കോവിഡ് കാലത്ത് ഞാനിത് പറയുമ്പോൾ ആ രക്ഷാപ്രവർത്തനം അങ്ങ് അതിന് ഒരുപാട് നേതൃത്വം കൊടുത്തു. ഇപ്പോൾ എനിക്ക് പോലും അനുഭവമുണ്ട്. ഞാനൊരു എനിക്ക് അതൊന്ന് പറഞ്ഞാൽ അതൊരു അനുഭവം ഒന്ന് വിശദീകരിക്കാം. അല്ല, അതിൽ ഒരു ഫോർമൽ സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു സ്വാഭാവികമായിട്ടും ഒരു ഇൻഫോർമൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ഫോർമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എംബസികൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ ആൾക്കാർക്ക് ബുക്ക് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളത്, അത് ഫോർമൽ സിസ്റ്റം ആയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിമാൻഡ് വരുന്നതിന് മുൻപേ ഞങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി. എൻ്റെ ഓർമ്മ മാർച്ച് 20 നമ്മൾ ഇത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ഏപ്രിൽ ആദ്യ വാരത്തിൽ നമ്മുടെ ആദ്യത്തെ പ്ലാനിങ് മീറ്റിംഗ് നടന്നു. അതിൽ അന്നത്തെ CDS ഉൾപ്പെടെ ഉണ്ടായിരുന്നു, വിപിൻ റാവത്ത്, ആർമി, പിന്നെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ. കാരണം കൊണ്ടുവരുന്ന ആൾക്കാരെ ക്വാറൻറ്റൈൻ ചെയ്യൽ, അതിനുശേഷം ആശുപത്രി സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾ. അതിനുശേഷം ഫോർമൽ മെക്കാനിസം എംബസികൾ വഴി ചെയ്യും. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോൾ അങ്ങ് അപേക്ഷിച്ചതുപോലെ നിരവധി ആൾക്കാർ, ഈവൻ MLA-മാരും MP-മാരും ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും അവർ അപ്രോച്ച് ചെയ്യും. കാരണം ഈ ഫോർമൽ സിസ്റ്റത്തിന് ഒരുപക്ഷെ ഈ ഒരാളുടെ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അയാൾക്കൊരു മുൻഗണന കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അത് പരിചയമുള്ള ഒരാളാവുമ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും. ഇപ്പോൾ മിക്കവാറും ഞാൻ ചെയ്യാറ് ഞാനൊരു സിസ്റ്റം ഉണ്ടാക്കി, വരുന്ന ആൾക്കാർ വിളിച്ചിട്ട് ചിലപ്പോൾ ഫോണിലൊക്കെയാണ് പറയാറ്. ഫോണിൽ പറയും, അല്ലെ വോയിസ് മെസ്സേജൊക്കെ അയക്കും. അവർക്കൊക്കെ ഞാനൊരു അയച്ചു കൊടുക്കും, ഒരു പ്രൊഫോമ പോലെ, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്, ഡീറ്റെയിൽസൊക്കെ, എവിടത്തേക്കാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്കാർ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മിക്കവാറും രാത്രി ഞാനൊരു 12-12:30 വരെ ഇരുന്നിട്ട് ഇത് മുഴുവൻ പൂർത്തിയാക്കും. അടുത്ത ദിവസം രാവിലെ മുതൽ അതിൻ്റെ വർക്ക് തുടങ്ങും. അന്ന് പകൽ വരുന്നത് വീണ്ടും രാത്രി 12:30-1 മണി വരെ ഇരുന്ന്. അപ്പോൾ എല്ലാ കോവിഡിൻ്റെ പീരീഡിലുള്ള ലോക്ക്ഡൗൺ പീരീഡിൽ ഞാൻ മിക്കവാറും 1 മണിക്കൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. നേരിട്ടുള്ള ഫോൺ കോളുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, ഇതൊക്കെ അതിൽ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ അപേക്ഷിച്ചിട്ടുള്ള അപ്രോച്ച് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും കാര്യം അവിടുത്തെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അക്കാലത്ത് പ്രധാനമന്ത്രിയായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്തായിരിക്കും. ആ കാലത്തുണ്ട് ഇങ്ങനൊരു പ്രധാനപ്പെട്ട ഈ നമ്മുടെ പ്രധാനമന്ത്രി എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട് ഒരു ദിവസം? എൻ്റെ ഒരു ധാരണ അദ്ദേഹം 4-5 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. അത്ര ഉള്ളെന്ന് ഫുൾ ടൈം ബാക്കി വർക്കായിരിക്കും. വളരെ ഊഷ്മളമാണോ നമ്മളെ? തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, പേഴ്സണലായിട്ട് ബന്ധം വെക്കുന്ന ഒരാളാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അങ്ങനെയാണ്. അങ്ങനെ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. എന്നിട്ട് ഈ കേരളത്തെ അവഗണിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. കടം വേണം വേണ്ടി സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുന്നു. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം അവർക്ക് അവരുടെ ഒരു വലിയൊരു പാർട്ടി മെഷീനറി ഉണ്ട്. ഈ പാർട്ടി മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഏത് അസത്യവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു വിജയമാണത്. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഇതാണ് ഈ പഴയ ഗീവൽസിയൻ തന്ത്രത്തിൻ്റെ വേറെ രൂപം. അത് കാരണം വലിയ ധൂർത്ത് നടത്തിയതിന് ശേഷവും പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കാൻ ഇപ്പം ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു മനസ്സിലായി തുടങ്ങി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രചരണത്തിനിടയിൽ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു, അവർ പറഞ്ഞ് മോദി തരുന്നുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പം ആൾക്കാർക്ക് അത് തിരിച്ചറിഞ്ഞു. അവർ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കേരളീയം നടത്തി. കേരളീയത്തിന് വേണ്ടിയിട്ട് ഇത്ര പണം ചെലവാക്കേണ്ട എന്ത് ആവശ്യകതയുണ്ടായിരുന്നു? നിയമസഭയിൽ പുസ്തകോത്സവം എന്തൊക്കെയോ കുറേ നടത്തിയല്ലോ. അല്ല, നിയമസഭയിൽ പുസ്തകോത്സവം, നിയമസഭ, വേറെ കുറേ കലാപരിപാടികൾ അതിൻ്റെ വെറും പുസ്തകോത്സവമല്ല. ഇതിൻ്റെ പേരിൽ ചെലവാക്കുന്ന പണം ആരുടേതാ? ഗവൺമെൻറ് കൊടുക്കുന്നതല്ലേ. നിയമസഭ സ്വന്തമായിട്ട് വരുമാനമൊന്നുമില്ല. ഇപ്പം നിയമസഭ വരുമാനം ഉണ്ടാക്കി ചെലവാക്കുന്നതിരിക്കട്ടെ, നമുക്ക് വേണം പറയാം ഇത് അവരുടെ വരുമാനം, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല.
ഒരു വശത്ത് പെൻഷൻ കൊടുക്കാൻ പണമില്ല. നിയമസഭയുടെ ഉദ്ദേശം എന്താ? നിയമനിർമ്മാണം. അതെ, പുസ്തകോത്സവം നടത്തൽ നിയമസഭയുടെ ഉത്തരവാദിത്തമല്ല. അത് സാഹിത്യ അക്കാദമിയോ സാംസ്കാരിക വകുപ്പ് നടത്തിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം സയൻസ് ഫെയർ എന്തൊരു സംഭവം ഇവിടെ നടത്തും, തോന്നക്കൽ സയൻസ് ഫെയർ എന്ന് പറയുന്നത് പകൽ സമയം, വൈകുന്നേരം കലാപരിപാടികൾ, സിനിമാ താരങ്ങളുണ്ട്. എത്ര ലക്ഷം അവിടെ കൊടുക്കുന്നു? മുഖ്യമന്ത്രി യുവാക്കളുമായിട്ട് മുഖാമുഖം നടത്തുന്നു, 18 ലക്ഷം. അത് കൂടുതലാണ്, 18 വരുന്നുള്ളൂ, ബാക്കി പിന്നെ ബാക്കി വേറെ ഉണ്ട്. പറഞ്ഞാൽ പണമായിട്ട് ചിലവാക്കിയാണ് 18. ഒരു വകുപ്പ് സെക്രട്ടറി എന്നോട് പറഞ്ഞത് 60 ലക്ഷം രൂപ ചെലവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വകുപ്പിന്. അതെ, ഈ മുഖാമുഖത്തിന്. അതെ പറഞ്ഞു. ഇതെല്ലാം നടത്താൻ പണമുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവർ വോട്ടിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ പണമില്ലായ്മ ഒരു തടസ്സമല്ല. അപ്പോൾ അതിൽ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പരാതി ഉന്നയിച്ചുകൊണ്ട് അവരുടെ ധൂർത്ത്, മിസ്മാനേജ്മെൻറ്റ് മറച്ചു വയ്ക്കുക. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിൽ 54,000 57,000 കണക്ക് പറഞ്ഞ ആളുകൾ കോടതി ചെന്നപ്പോൾ 54,000 മിണ്ടിയില്ല, 13,000-ലേക്ക് തോന്നും. മാത്രമല്ല സുപ്രീം കോടതിയിൽ കപിൽ സിബൽ വാദിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ കൊടുത്ത കത്ത് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടു. കാരണം അത് പുറത്തു പോയി കഴിഞ്ഞാൽ, കാരണം അതിൽ പറഞ്ഞത് ഇവർ 10,000 കോടി ചോദിച്ചു, കേന്ദ്രം പറഞ്ഞു 5,000 തരാൻ പറ്റുള്ളൂ. കാരണം 5,000 അടുത്തവണ വെട്ടിക്കുറക്കും. 10,000 കൊടുത്തിട്ട് 10,000 വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷം. ഒരു ജൂൺ മാസം കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുമോ എന്നുള്ളത് ഇപ്പോഴും സന്നിഗ്ധാവസ്ഥയിലാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ വിവരങ്ങൾ പുറത്തു വരരുത് എന്നിവർക്ക് നിർബന്ധമുണ്ട്. അത് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം ഈ ഞങ്ങളുടെ വാദമുഖങ്ങൾ, അവരുടെ വാദമുഖങ്ങളുടെ കത്ത് പുറത്തുവിടരുത് എന്ന് പറയില്ലല്ലോ. അതെ അതെ അതെ. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് എല്ലാം സുതാര്യമായിരിക്കണം. അതെ അതെ. ഇത് കേന്ദ്ര ഗവൺമെൻറ് എന്ത് പറഞ്ഞു എന്നുള്ളത് പുറത്തുവിടരുത്. മനസ്സിലായി. അങ്ങനെയുള്ള വാദം അടക്കം ഉന്നയിക്കുന്നതിൻ്റെ കാരണം എതിർവശത്ത് കേന്ദ്ര സർക്കാർ എന്ത് പറയുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയരുത് എന്നുള്ളതാണ്. അതെ അതെ, സത്യം അറിയരുത്, സത്യം അറിയരുത്. അതുകൊണ്ട് ഈ അടുത്ത 24 വർഷം അവസാനിക്കുമ്പോഴേക്ക് എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി എന്നുള്ള വലിയൊരു ആശങ്കയാണ്. അങ്ങനെ ആശങ്ക ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പണമില്ല, കേരളം ബെയിലൗട്ട്, തനത് വരുമാനം കേരളം വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ആരോപണമല്ല, കേരള ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം തനത് വരുമാനം വർദ്ധിക്കണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിച്ചു, വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. റോഡ്, പാലം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് വരുമാനം, അവർക്കൊക്കെ ജോലിയായി. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വലിയ വ്യത്യാസം. റവന്യൂ എക്സ്പെൻഡിച്ചർ 100 രൂപ ചിലവാക്കുമ്പോൾ ഒരു 80 രൂപയുടെ പ്രയോജനം ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ 100 രൂപ ചിലവാക്കുമ്പോൾ അതൊരു 500-600 പ്രയോജനം ജനങ്ങൾക്ക് കിട്ടും. സിമെൻ്റായിട്ട്, റോഡായിട്ട്, വാഹനമായിട്ട്, പല രീതിയിൽ. ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ പരിമിതമാണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ് മുഴുവൻ. ഈ ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുത്താതെ കേരളത്തിൻ്റെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ പറ്റില്ല. പക്ഷെ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് ഇവർ ഈ ദൂർത്തടിച്ചാലും ഏറ്റെടുക്കേണ്ടി വരത്തില്ലേ? നമുക്ക് ബെയിലൗട്ട് ചെയ്യേണ്ടി വരത്തില്ലേ? വേണ്ടി വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന്. കാരണം കേരള ഗവൺമെൻറ് അതുകൊണ്ട് ചോദിച്ചാലോ, ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്ന് ബജറ്റിൽ പറയുമ്പോൾ അത് ഉത്തരവാദിത്വത്തോടുകൂടി പറയണമല്ലോ. അല്ലാതെ പ്ലാൻ ബി ഉണ്ടെന്ന് വെറുതെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ പോലെ. ലോട്ടറി എടുക്കാനായിരിക്കും. എന്താ പ്ലാൻ ബി എന്ന് ചോദിച്ചു, അത് മിണ്ടാനില്ലേ അവർക്ക്. ലോട്ടറി എടുക്കും, അന്താരാഷ്ട്ര ലോട്ടറി എടുക്കും, കിട്ടുമെന്നുള്ളതായിരിക്കും. കേരളത്തിലെ BJPയുടെ പ്രതീക്ഷയെക്കുറി എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ്. നിരവധി സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും വളരെ, കാരണം കേരളത്തിലെ BJPക്ക് ഒരു 25% വോട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ. ആ 25% ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ BJPക്ക് കിട്ടാറുണ്ട്. അത് ഇത്തവണ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വോട്ടിംഗ് ശതമാനത്തിൽ ഇമ്പ്രൂവ് ചെയ്യും. അതോടൊപ്പം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും
ജനപ്രതിനിധികൾ, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികളുണ്ട്. ഈ പത്തനംതിട്ട മണ്ഡല സ്ഥാനാർത്ഥികളുമായിട്ട് ചില അല്ല, അതൊന്നും അങ്ങനെ വലിയൊരു സീരിയസ് തർക്കമൊന്നുമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് PC ജോർജ് തന്നെ നേരിട്ട് പത്തനംതിട്ടയിലെ പരിപാടിയിലുണ്ടായിരുന്നില്ല. ഓക്കെ. ഇത് ഇപ്പം അവസാനിപ്പിക്കുകയാണ്. ഇതിന് ശേഷം സംഘടനാ തലത്തിൽ കേരളത്തിൽ മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? നമുക്കത് അല്ല, അതിനെക്കുറിച്ചൊന്നും പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം അഖിലേന്ത്യാ തലത്തിൽ തന്നെ തീരുമാനിക്കേണ്ടതാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടക്കുക, എന്തൊക്കെയാണെന്ന്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ആറ്റിങ്ങലിൽ വിജയം ആശംസിക്കും. താങ്ക് യു.